നമസ്കാരം സാർ. ആ നമസ്തേ അഞ്ജന. BJP വരും, മാറാത്തത് മാറും. BJPയുടെ എല്ലാ മുദ്രാവാക്യങ്ങളും ഇതാണ് പറയുന്നത്. എന്താണ് ആ മാറാത്തത്? ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് മാറാത്തത് ഇനി മാറുമെന്നാണ് BJP സ്ഥാനാർത്ഥികൾ പറയുന്നത്. ഒരാളല്ല, എല്ലാ സ്ഥാനാർത്ഥികളും. സ്ഥാനാർത്ഥികളുടെ പടമുള്ള ഫ്ലക്സ് ബോർഡിലും പടമില്ലാത്ത ഫ്ലക്സ് ബോർഡിലുമുള്ള പൊതു മുദ്രാവാക്യമാണ് BJP വരും, മാറാത്തത് ഇനി മാറും. അതായത് BJPയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണിത്. ഇത് BJP ഇപ്പോഴല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മാറാത്തത് മാറും, മാറാത്തത് ഇനി മാറും. BJP വരുന്നു, മാറാൻ പോകുന്നു. അതിപ്പോഴും അവർ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ മുദ്രാവാക്യത്തിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് BJP വരും എന്നതാണ്. കാരണം മാറ്റം വരുന്നത് BJP വന്നതിന് ശേഷമാണ്. BJP വരും, അതിനുശേഷം മാറും. അത് ഒന്നാമത്തേത് BJP വരും എന്നതാണ്. BJP വരും എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് BJP വരും എന്നല്ല. അത് BJP ഉണ്ടായ നാളിൽ തന്നെ BJPയിലെ കേരളത്തിൽ ധാരാളം നേതാക്കൾ ഉണ്ടായിരുന്നു. BJP നേതാക്കൾ ഒ രാജഗോപാലും KG മാരാരും ഒക്കെ. അവരിൽ പലരും മാറി, മറ്റു പലരും വന്നു. ഒടുവിലിത രാജീവ് ചന്ദ്രശേഖരൻ വരെ. പക്ഷെ മാറാത്തതൊന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയ രംഗത്തെ BJPയുടെ പ്രാതിനിധ്യം അത് മാറിയിട്ടില്ല. ഒ രാജഗോപാൽ ഒഴിച്ച് ആരും നിയമസഭ കണ്ടിട്ടില്ല. ആ മാറാത്തത് മാറും എന്നാണോ BJPയുടെ പുതിയ മുദ്രാവാക്യത്തിന്റെ അർത്ഥം? അതായത് BJP നിയമസഭയിലേക്ക് വരുമെന്ന് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ മോഹിച്ചതുപോലെ കിങ് മേക്കർ ആകുമെന്നാണോ? അതോ പുതിയ സംസ്ഥാന പ്രസിഡന്റും വ്യവസായിയും സർവോപരി ധാരാളം മണ്ടത്തരങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, മലയാളത്തിൽ നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയാൻ പോലും അറിയാത്ത രാജീവ് ചന്ദ്രശേഖർ ഏറെക്കുറെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ BJP അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമെന്നാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാറാത്തത് LDF UDF മുന്നണികളുടെ ഇടപെട്ടുള്ള ഭരണമാണെങ്കിൽ അത് BJP മാറ്റുമെന്നാണ് ഈ മുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുദ്രാവാക്യം തയ്യാറാക്കിയത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാകാനാണ് സാധ്യത. കാരണം ആശയവും ആശയപ്രകാശനവും തമ്മിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ പുള്ളി പറയുന്നതിലുണ്ട്. പണ്ട് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ചൈൽഡ് ബർത്ത് റേറ്റും ഒക്കെ തമ്മിൽ കൂട്ടിക്കുഴച്ച് താൻ പറയാൻ പോയ ആശയത്തിന്റെ ഡെത്ത് റേറ്റ് കൂട്ടിയതുപോലെ എന്തോ ഒരു പൊരുത്തക്കേട് ഈ മുദ്രാവാക്യത്തിനുമുണ്ട്. കേരളത്തിൽ BJP ഭരണം വരുമെന്ന് പറയുന്നത് രാഷ്ട്രീയ ബോധമുള്ള മലയാളികളെ പരിഹസിക്കുകയാണ്. കാരണം ചാനൽ ചർച്ചകളിലെ പ്രാതിനിധ്യം മാറ്റി നിർത്തിയാൽ കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് വാസ്തവത്തിൽ എന്താണ് പ്രസക്തി? എന്തിനാണ് കേരളത്തിൽ യാതൊരു രാഷ്ട്രീയ പ്രസക്തിയും ഇല്ലാത്ത BJPയുടെ വക്താക്കൾ എന്ന പേരിൽ വരുന്ന വാചകമടിക്കാരെയും പിന്നെ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകർ എന്ന കള്ള ലേബൽ ഒട്ടിച്ചു വരുന്ന സംഖ്യകളെയും ചാനലുകൾ വിളിക്കുന്നത് എന്നിത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും അവരൊന്നും വിചാരിച്ചാൽ രാഷ്ട്രീയ ബോധമുള്ള കേരള ജനതയെ അരാഷ്ട്രീയവാദികളായ, മതത്തിനും വെറുപ്പിനും അപ്പുറം യാതൊന്നും പറയാൻ അറിയാത്ത BJPക്ക് അനുകൂലമായി മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോഴും ചില മാറ്റങ്ങൾക്കായി സ്വയം മാറാം. അതുകൊണ്ട് B ഗോപാലകൃഷ്ണൻ തന്നെ ഗുരുവായൂരപ്പൻ നേരിട്ട് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുകയാണെന്ന് പറയാം. രാജീവ് ചന്ദ്രശേഖരന് അഘോരികളെ കാറിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഇത്തവണ BJP ജയിക്കും എന്ന് പറയിപ്പിക്കാം. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നവരെ അധികാരം സ്വപ്നം കാണാൻ അതൊക്കെ ധാരാളം. എന്നാലും കുളിക്കാത്ത, നനയ്ക്കാത്ത, പല്ല് തേക്കാത്ത, തുണി ഉടുക്കാത്ത കടുത്ത സ്കീസോഫ്രീനിയ രോഗികളോ ഭൂലോക ഉടായ്പകളോ ആയ ഇത്തരം കോമാളി വേഷങ്ങളെ ഉത്തർപ്രദേശിൽ നിന്ന് ഇറക്കുമതി ചെയ്താൽ കേരളത്തിന് ഭരണമാറ്റം നടത്തി BJP ഭരണത്തിൽ കയറാം എന്നൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു കച്ചവടക്കാരന് എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു? അമ്മായിയപ്പനെ കുളിപ്പിച്ചു കിടത്തി അത്ര ലാഘവത്തോടെ കേരള ജനതയെയും കുളിപ്പിച്ചു കിടത്താം എന്നാണോ കരുതുന്നത്? എന്താണ് മാറ്റാൻ പോകുന്നത്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ, വർഗീയ സംഘർഷങ്ങളില്ലാതെ ജീവിച്ചു വരുന്ന കേരളത്തിലെ സാഹചര്യം മാറ്റുമെന്നാണോ? 1992 ബാബ്രി മസ്ജിദ് തകർത്തതിനെ തുടർന്ന് ഇന്ത്യയിലുണ്ടായ വർഗീയ ലഹളകൾ ഓർമ്മ വരുന്നു.
അന്ന് അത്തരം ലഹളകൾ ഉണ്ടാകാതിരുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമായിരുന്നു. കേരള ജനസംഖ്യയുടെ ഏകദേശം 27% മുസ്ലിങ്ങളാണ്. 1992 അതായത് ഈ ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് കേരളത്തിൽ UDF സർക്കാരായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഭരണത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും പ്രശംസനീയമായ സംയമനം കൊണ്ടാണ് കേരളത്തിൽ വർഗീയ ലഹള ഉണ്ടാകാതിരുന്നത്. ഒരു വർഗീയ ലഹള ഉണ്ടായാൽ ഏറ്റവും വിനാശകരമായി മാറാൻ കേരളത്തിലെ സാഹചര്യത്തിൽ അതിന് കഴിയും. ഇത്തരം പ്രവണതകളെ തടഞ്ഞു നിർത്താനുള്ള മലയാളിയുടെ മനോഭാവത്തെ മാറ്റുമെന്നാണോ മാറാത്തത് ഇനി മാറും എന്ന BJP മുദ്രാവാക്യത്തിന്റെ അർത്ഥം? അതോ UP-യിലെ സന്യാസി വേഷം കെട്ടി നടക്കുന്ന മുഖ്യമന്ത്രിയെ പോലെ UP-യിലെ സന്യാസി വേഷം കെട്ടി നടക്കുന്ന മുഖ്യമന്ത്രിയെ പോലെ മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കുമെന്നാണോ മാറ്റം ഉണ്ടാകും എന്ന് BJP പറയുന്നതിന്റെ അർത്ഥം? മുസ്ലിങ്ങൾ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുക എന്ന ഉദ്ദേശത്തോടെ കാശ്മീരിലെ കഥാവു എന്ന സ്ഥലത്ത് വെച്ച് 8 വയസ്സുള്ള പെൺകുട്ടിയെ ക്ഷേത്ര പൂജാരി ഉൾപ്പെടെ നിരവധി പേർ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ബലാത്സംഗം ചെയ്തതുപോലെ ചിലതൊക്കെ കേരളത്തിൽ നടത്തി ചില നിർണായക മാറ്റങ്ങൾ രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ ഉണ്ടാക്കും എന്നാണോ മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതോ 19 വയസ്സുള്ള ദളിത് യുവതിയെ സവർണ ഹിന്ദുക്കൾ റേപ്പ് ചെയ്ത് കൊന്നിട്ട് ശരീരം ക്ഷണം നേരം കൊണ്ട് ദഹിപ്പിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച UP പോലീസിനെ പോലെ കേരള പോലീസിനെ മാറ്റിയെടുക്കും എന്നാണോ മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതോ ഗോദ്ര തീവണ്ടി അപകടം പോലെ ഒന്ന് പ്ലാൻ ചെയ്ത് അതിന്റെ കനലൂതി മറ്റൊരു ഗുജറാത്ത് കലാപം കേരളത്തിൽ നടപ്പിലാക്കാം എന്നാണോ മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്തരം ഒളിച്ചു കടത്തലുകളിലൂടെ ഉന്നം വയ്ക്കുന്ന മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത് ജനുവരിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടത്തിയ കുംഭമേള എന്ന കോമാളിക്കളിയോടെയാണ്. അലഹബാദിലെ യഥാർത്ഥ കുംഭമേള തന്നെ വലിയൊരു തമാശയാണ്. അമരത്വം നേടാൻ ദേവന്മാർ അസുരന്മാരുടെ സഹായത്തോടെ പാലാഴി കടഞ്ഞുവെന്നും അങ്ങനെ കഴിയുന്നതിന് വേണ്ട പ്ലാറ്റ്ഫോം ആകാൻ വേണ്ടി വിഷ്ണു രണ്ടാമത്തെ അവതാരമായ കൂർമ്മം അതായത് ആമ ആയി അവതരിച്ചെന്നും ആണ് കഥ. അമൃത് നിറഞ്ഞ കുംഭം അസുരന്മാരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് മഹാവിഷ്ണുവിന്റെ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ വേഷമായ മോഹിനി ഓടിപ്പോകവേ കുംഭത്തിൽ നിന്ന് 4 തുള്ളികൾ ഗംഗയിലെ 4 വീണു. ആ തുള്ളികൾ ഇന്നും ഗംഗയിൽ ആ ഭാഗങ്ങളിലുണ്ടെന്നും അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മലിനമായ നദികളിൽ ഒന്നായ ഗംഗയിലെ ആ പ്രദേശങ്ങൾ മുങ്ങിക്കുളിച്ചാൽ അമരത്വം കിട്ടുമെന്നുമാണ് കഥ. അമരത്വം മരണമില്ലായ്മയാണ്, മോക്ഷമല്ല കേട്ടോ. അങ്ങനെ അമരത്വം തേടിപ്പോയവര് 100-ലേറെ പേരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചുപോയത്. ഭാരതപ്പുഴയുടെ തീരത്ത് പക്ഷേ ഒരിക്കലും കുംഭമേള നടന്നിരുന്നില്ല. അതിന് മതവുമായൊരു ബന്ധവുമില്ലായിരുന്നു. അവിടെ നടന്നിരുന്നത് മാമാങ്കമായിരുന്നു. മാമാങ്കത്തിന് മതവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. 12 വർഷത്തിൽ ഒരിക്കൽ നടന്ന മാമാങ്കം രാഷ്ട്രീയ അധികാരത്തെ ഊട്ടി ഉറപ്പിക്കാൻ നടത്തുമെന്ന് ആഘോഷമായിരുന്നു. അവിടെ ഗംഗാനദിയിൽ നടത്തി വരുന്നത് പോലുള്ള സമൂഹ സ്നാനവും ഇല്ലായിരുന്നു. കോഴിക്കോട് സാമൂതിരി തന്റെ അധികാരം ഊട്ടി ഉറപ്പിക്കാൻ നടത്തി വന്ന രാഷ്ട്രീയ ചടങ്ങായിരുന്നു മാമാങ്കം. മാത്രമല്ല കോഴിക്കോട് കേന്ദ്രമായി വൻ കച്ചവടങ്ങൾ നടന്നു വന്ന സമയവുമായിരുന്നു മാമാങ്കം. കച്ചവടക്കാരിൽ ഏറെ പേരും അറബികളായിരുന്നു എന്നതും പ്രത്യേകം ഓർക്കണം. അങ്ങനെ രാഷ്ട്രീയ കച്ചവട പ്രാമുഖ്യം മാത്രമുണ്ടായിരുന്ന ഒരു ചടങ്ങിനെ, അതും 250 വർഷങ്ങൾക്ക് മുമ്പ് നിന്നുപോയൊരു ചടങ്ങിനെ ഈ ജനുവരിയിൽ ഒരു ഹിന്ദു സംഗമമാക്കി മാറ്റാനുള്ള ഹീന ശ്രമമാണ് നടന്നത്. അത്തരം മാറ്റങ്ങളാണോ ഈ മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യത്തിലൂടെ BJP പറയാൻ ഉദ്ദേശിക്കുന്നത്? വാസ്തവത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്ന കുംഭമേള എന്ന കോമാളിക്കളി BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കമായിരുന്നു എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? 12 വർഷം കഴിഞ്ഞിട്ട് അടുത്ത കോമാളിക്കളി നടക്കുമായിരിക്കാം. അതിനിടയ്ക്ക് തുണി ഒതുക്കാത്ത മനോരോഗികളെ ചാരം പുതപ്പിച്ച് ഉത്തർപ്രദേശിൽ നിന്ന് ഇറക്കുമതി ചെയ്യാം. അവരെ കൊണ്ട് ഇത്തവണ BJP അധികാരത്തിൽ വരുമെന്ന് പറയിക്കാം. അപ്പോഴും മലയാളി ചിരിച്ചുകൊണ്ട് പറയും, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. എങ്കിലും പറയട്ടെ, കേരള ജനത മാറില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് BJPക്ക് മനസ്സിലാകും. നിയമസഭയുടെ പുറത്ത് നിന്ന് അകത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞയുടെ ലൈവ് കണ്ട് BJPക്കാർക്ക് സ്വയം പറയാം,
ചില കാര്യങ്ങൾ മാറില്ല, മാറ്റാൻ കഴിയില്ല. അതോടെ തങ്ങളുടെ രാഷ്ട്രീയ മണ്ഡലങ്ങളായ ചാനൽ ചർച്ചകളിലേക്കും ഫ്ലക്സ് ബോർഡുകളിലേക്കും BJPക്കാർക്ക് തിരിച്ചു പോകാം. അതുവരെ മാറാത്തത് ഇനി മാറും എന്ന് പറഞ്ഞവർ നടന്നോട്ടെ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അവരത് മറന്നുകൊള്ളും. പുതിയ മുദ്രാവാക്യമായി അടുത്ത തെരഞ്ഞെടുപ്പിന് വന്നുകൊള്ളും. അപ്പോഴും ഒരു കാര്യം മാറാതെ നിൽക്കും. ഭാരതപ്പുഴയുടെ തീരത്ത് ആരതി ഒഴിഞ്ഞ കെട്ടുകാഴ്ചയുടെ ദുരന്തവും പല്ല് തേക്കാത്തവനും കുളിക്കാത്തവനുമൊക്കെയായ അഘോരികൾ ഭാരതപ്പുഴയിൽ മുങ്ങി ആ വെള്ളം അശുദ്ധമാക്കിയതിന്റെയും ചിത്രങ്ങൾ. അവയൊക്കെ മാറട്ടെ. അതായിരിക്കട്ടെ മാറ്റങ്ങളുടെ തുടക്കം.